ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റിന് 1 കോടി രൂപ വാർഷിക പ്രീമിയമായി നേടാനുള്ള സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അതിനുള്ള മാത്തമാറ്റിക്സ് എങ്ങനെയാണെന്നുള്ള കണക്ക് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആദ്യം അത് പോയി കണ്ടിട്ട് വരിക. അതിനുശേഷം നിങ്ങൾക്ക് 1 കോടി രൂപയിലേക്ക് വാർഷിക പ്രീമിയത്തിലേക്ക് എത്തുക എന്നുള്ളത് ഹാർഡ് വർക്ക് കൊണ്ട് നേടേണ്ടതാണ്. നിങ്ങൾക്ക് അവിടെ ഒരു സിസ്റ്റം ഇല്ലാതെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പല ജോലികളും റിപ്പീറ്റേറ്റീവ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഒരുപാട് എഫേർട്ട് ഉണ്ടാവും, പക്ഷേ വലിയ റിസൾട്ട് ഉണ്ടാവും. നമുക്ക് നോക്കാം. 1 കോടി എന്ന ഈ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നിങ്ങൾ ചെയ്യേണ്ട 5 സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾ ഈ 1 കോടി എന്ന ജേണിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കറന്റ് സെനാരിയോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. സോ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? എന്താണ് പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. കറന്റ്ലി ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഏജന്റ് ഡെയിലി 10 മുതൽ ചിലപ്പോൾ 12 മണിക്കൂർ വരെ വളരെയധികം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇടതടവില്ലാത്ത യാത്രകൾ, ക്ലയന്റ് മീറ്റിംഗ്, ഫോൺ കോൾ എല്ലാം 10 to 12 മണിക്കൂർ വർക്ക് ചെയ്യും. ഇവർക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ല. ഇങ്ങനെ ഡയറക്ഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ ഗ്രോത്തിന് നോ ഡയറക്ഷൻ മീൻസ് നോ ഗ്രോത്ത്. ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ ഇൻഷുറൻസ് ഏജന്റുമാർ അവർ ബേൺ ഔട്ട് ആവുന്നു, അല്ലെങ്കിൽ അവർ വളരെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ഈ 1 crore ജേണിയിലേക്കുള്ള ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ട 5 സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നിഷ് ക്ലാരിറ്റി ഓർ സെർവ് സ്പെസിഫിക് ഫാമിലീസ്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആർക്കാണ് ആരെയാണ് സർവേ ചെയ്യുന്നത്, എന്തിനാണ് സർവേ ചെയ്യുന്നത്, അങ്ങനെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കുക. ഉദാഹരണത്തിന് വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻകം 10 ലക്ഷത്തിന് മുകളിലുള്ള ഫാമിലിക്ക് മാത്രമേ ഞാൻ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ സർവേ ചെയ്യുമെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യുക. ഇതിനെയാണ് നിഷ് ക്ലാരിറ്റി എന്ന് പറയും. 10 ലക്ഷം രൂപ വരുമാനമുള്ള വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ. ദെൻ ഡിജിറ്റൽ പ്രസൻസ്, വിസിബിലിറ്റി ബിൽഡ്സ് ട്രസ്റ്റ്. നമ്മളെ ആൾക്കാർ കൂടുതൽ കാണുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കേൾക്കുമ്പോൾ അപ്പോഴാണ് ആൾക്കാർ നമ്മൾ പറയുന്ന കാര്യങ്ങളെ വിശ്വസിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് ഡിജിറ്റൽ പ്രസൻസ് നിങ്ങളുടെ ഈ ജേണിയിൽ വളരെ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാനാവുന്നത്. ദെൻ ലീഡ് സിസ്റ്റം, സിമ്പിൾ ഫണൽ ഓട്ടോമേഷൻ. എന്താണ് ലീഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമുക്ക് വേണ്ട നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ എൻക്വയറി ചെയ്യുന്നു വരുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കും. നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അന്വേഷിച്ചു വരുന്ന ആൾക്കാർ. ലീഡ് സിസ്റ്റം, സിമ്പിൾ ഫണൽ ഓട്ടോമേഷൻ. ട്രസ്റ്റ് ബിൽഡിംഗ്, എഡ്യൂക്കേറ്റ്, ഡോണ്ട് സെൽ. ഇതെന്താണ്? നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത്, ഇൻഷുറൻസ് ഏജന്റുമാർ ശ്രമിക്കുന്നത് പോളിസി വിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതിനു പകരം അത് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്, അവരെ ക്ലയൻസിനെ, കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ബെനിഫിറ്റ്, എന്തൊക്കെയാണ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുള്ള 5 ഗുണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ മെഡിക്കൽ ക്ലെയിം പോളിസികൾ എടുത്ത് അത് എങ്ങനെ ക്ലെയിം ചെയ്യാം, അതിനെക്കുറിച്ച് പഠിപ്പിക്കും. ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 5, ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് റിക്കറിംഗ് റിറ്റൻഷൻ ഓർ റിന്യൂവൽ ആൻഡ് ഫോളോ അപ്പ് സിസ്റ്റം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല ഇൻഷുറൻസ് ഏജന്റുമാരും തലയിൽ അയ്യോ, ഞാൻ ഇന്ന ക്ലയന്റിനെ, കസ്റ്റമറിനെ റിന്യൂ ചെയ്യാൻ മറന്നുപോയി. റിന്യൂ ചെയ്യാൻ മറന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താൽ, നിഷ് ക്ലാരിറ്റി, ഡിജിറ്റൽ പ്രസൻസ്, ലീഡ് സിസ്റ്റം, ട്രസ്റ്റ് ബിൽഡിംഗ് ആൻഡ് റിക്കറിംഗ് റിട്ടൻഷൻ, ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യൂ. ഇതാണ് നിങ്ങളുടെ 1 crore ജേണിയിലേക്കുള്ള 5 സ്റ്റെപ്പുകൾ. 1 crore ജേണിയിലേക്കുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള 5 സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല ഈ സ്റ്റെപ്പുകൾ വളരെ സിമ്പിൾ ആണെന്ന് അവകാശം. ഈ ഒരു ജേണി നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡെഡിക്കേഷൻ വേണം, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് വേണം, കൺസിസ്റ്റൻസി വേണം, ഫോക്കസ് വേണം. എന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ ക്ലയൻസ് നിങ്ങളെ തേടി വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും പരിചയത്തിലുള്ള ഇൻഷുറൻസ് ഏജന്റിനോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായ ഇൻഷുറൻസ് ഏജന്റിനോ ഈ പേജ് ടാഗ് ചെയ്യൂ.
അല്ലെങ്കിൽ ഷെയർ ചെയ്യൂ. ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാന മന്ത്രം എന്ന് പറയുന്നത് വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് നിങ്ങൾ മറക്കാതെ സൂക്ഷിച്ചു വെക്കുക.